അതൊരു CSK ഫാൻ എന്നുള്ള രീതിയിൽ അടുത്ത മാച്ച് നന്നായിട്ട് കളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നന്നായിട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ പറയില്ല ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം, അല്ലെങ്കിൽ ഇത് ക്ലിയർ ഓഫ് ചെയ്യണം എന്നുള്ളൊരു കാരണം, എൻ്റെ സൈഡിലുള്ള എൻ്റെ ഇന്നസെൻസ്, അല്ലെങ്കിൽ ഈ പറയണത് പോലത്തെ നമ്മുടെ ക്രെഡിബിലിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വന്നതുകൊണ്ട് മാത്രമാണ്. ഇത് എനിക്ക് ഡേ ടു ഡേ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇന്നത്തോടെ നമ്മളിത് കാര്യങ്ങൾ പറയാനുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞിട്ട് ഇതിവിടെ നിർത്തുക. ഇതിൻ്റെ അപ്പുറത്തോട്ട് അതിന് പറയുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് ഞാനിപ്പം എന്നെ കൺവിൻസ്ഡ് ആയല്ലേ അണ്ണൻ, കൺവിൻസ്ഡ് ആയെന്നല്ല, എന്നെ വിളിച്ച് VC-യിൽ ഇന്നെ അടുത്ത് റാംബോ, ഷമീർ, ഷെയ്ഖ്, മാക്ക് ഇത്രയും പേര് എന്നെ VC-യിൽ വിളിച്ച് എന്നോട് കുറേ നേരം സംസാരിച്ചപ്പോഴത്തേക്കിന് രാവിലെ ഇത് ഇങ്ങനെ ഇടാൻ വെച്ചിരുന്ന ലൈവ് അല്ല ഞാൻ. ഈ ലൈവ് ശരിക്കും ഞാൻ വിചാരിക്കുന്നത് പോലെ ഇട്ടിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചേനെ. ആൻഡ് അതിൻ്റെ കൂടെ എനിക്ക് തൊപ്പിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊപ്പിയെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ തൊപ്പിയുടെ കൂടെ കറണ്ട്ലി ഇപ്പോൾ ഉള്ളത് നമ്മുടെ റാംബോ മാത്രമാണ്. അപ്പോൾ റാംബോയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ തൊപ്പി നാളെ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തൊപ്പിയുടെ അടുത്ത് എനിക്ക് സംസാരിച്ച് ഞാൻ അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആക്കും. പക്ഷേ ഞാൻ കൺവിൻസ്ഡ് ആയി എന്ന് പറയരുത്. കൺവിൻസ്ഡ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരും. ഇത് ഒരു RP കമ്മ്യൂണിറ്റിയിൽ എനിക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എക്സ്പോസ് ചെയ്യാനുള്ളതിനെ ഞാനിന്ന് എക്സ്പോസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം അല്ലായിരുന്നു, ഒരു 3 കാര്യം ഉണ്ടായിരുന്നു എനിക്ക് കാണിക്കാൻ. അതിൽ 2 ഞാൻ വിട്ടു. വേണ്ട പോട്ടറ കൈസ് വല്ല ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുമ്പം ഈ പറഞ്ഞതൊക്കെ സത്യമായി പോകും. ചിലപ്പം MRCയെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യണ ഒരു സാധനമായി പോകും. അത് വേണ്ട എനിക്ക്. പക്ഷെ അതിൽ ഒരുത്തനെ എനിക്ക് വിടാൻ പറ്റത്തില്ല. അവൻ കാണിച്ച തണ്ടിത്തരത്തിന് എനിക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ കമ്മ്യൂണിറ്റി ഉള്ളവർ അറിയണം. നിങ്ങളുടെ അടുത്ത്, അതായത് MRC ഓഡിയൻസിൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് എനിക്കൊരു കാര്യം പറയണം. എനിക്കറിയാം നിങ്ങൾ കുറച്ച് പേര് ഇവിടെ വന്നിരുന്നത് കാണുന്നുണ്ട്. ഈ MRC ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞൊരു കാര്യം ഗൈസ്, ഇവരുടെയൊക്കെ മനസ്സിൽ പണ്ടത്തെ റിവലറി ഉണ്ട്, അതൊരിക്കലും പോത്തില്ല എന്ന് ഞാനൊരു കാര്യം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞായിരുന്നു. ആ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഉള്ളതിൻ്റെ ഒരു റീസൺ കൂടെ ഞാനത് കാണിക്കും. അതിനു മുമ്പ് വേറൊരു സാധനം കൂടി നമുക്ക് റിയാക്ട് ചെയ്തതുകൊണ്ട് അങ്ങ് തുടങ്ങാം. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ഞാൻ ആരെയും വിളിക്കാറില്ല. പക്ഷെ ഇന്ന് എൻ്റെ കൂട്ടത്തിലെ മൊത്തം പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട്. അവന്മാർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിത് MRCയോട് പറഞ്ഞ് സംസാരിച്ച് ഇതാക്കിയതെന്ന് പറഞ്ഞാൽ, MRCന്ന് ആൾക്കാരിവിടെ സംസാരിക്കാൻ വന്നപ്പം TVയുടെ സൈഡിൽ നിന്ന് TVയിലെ പിള്ളേർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇനി അവിടെ ഇട്ട് അവരാധിക്കുന്നത് നമ്മൾ കണ്ടാൽ നമ്മൾ തിരിച്ചു ഇതുപോലെ നിൽക്കത്തുള്ളൂ, നമ്മളിതിവിടെ വിടുക, നിങ്ങളുടെ അടുത്ത് ആരുടെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പിള്ളേർ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇന്ന് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇഷ്യൂവിനെ പറ്റി വേറെ ആരും, അവിടുന്ന് ഒരാൾ ഇന്ന് ലൈവ് ഇട്ട്, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് ഒരാൾ ലൈവ് ഇട്ട് മെസ്സേജ് അടിച്ചപ്പോൾ മാത്രമാണ് നമ്മുടെ കൂട്ടത്തിലെ പിള്ളേർ അതിന് മാത്രം റിപ്ലൈ കൊടുത്തത്. ഒരു ക്ലിപ്പിനോ ഒരു ഇതിനും അനാവശ്യമായിട്ടുള്ള റെസ്പോൺസ് TVയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ ഞാനത് എന്നും കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇനിയും ഉണ്ടാകത്തില്ല. നിങ്ങളെ പേഴ്സണലി ഹറാസ് ചെയ്യാനും MRCയെ പേഴ്സണലി ടോളറേറ്റ് ചെയ്യാനും TVയുടെ സൈഡിൽ നിന്ന് ഒരു പ്ലേയേഴ്സിനെയും ഇനിയും ഞാൻ എന്നുവെച്ചാൽ അനാവശ്യ കാര്യങ്ങൾക്ക്. സിറ്റിയിലെ സിറ്റുവേഷൻ വന്നാൽ നോ കോംപ്രമൈസ്. സിറ്റിയിലെ സിറ്റുവേഷൻ ആയിട്ട് തന്നെ തീർക്കും. മനസ്സിലായോ? അതിലൊരു കോംപ്രമൈസും ഇല്ല നമ്മുടെ സൈഡിൽ നിന്ന്. പക്ഷേ ഈ ഒരു കാര്യം പറയണം എന്ന് എനിക്ക് തോന്നി, പറയേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇത് കോൺട്രവേഴ്സി. ഒന്നാമത്തെ കാര്യം, ഇതിപ്പോൾ വെക്കേഷനാണ്. ഈ വെക്കേഷൻ സമയത്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കി വ്യൂസ് കൂട്ടാനുള്ള താല്പര്യം എനിക്കില്ല. നമ്മൾ റെഗുലർ സ്ട്രീംസ് ആയിട്ട്, നോർമൽ സ്ട്രീംസ് ആയിട്ട് ഇത് നാളെ തൊട്ട് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അടുത്തൊരു സ്ട്രീം തൊട്ട് ഇതിനകത്ത് ഉണ്ടാകത്തില്ല. ഇതിൻ്റെ റിപ്ലൈ ഞാനൊരു സാധനം കാണിക്കാൻ പോകുന്നതിൻ്റെ റിപ്ലൈ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി ഞാൻ എന്ത് പറഞ്ഞാലും അതിന് തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശങ്ങൾ മനസ്സിലാവും. ഒരു കാര്യമോടെ ഞാൻ പറയാണ്, നിങ്ങൾക്കറിയാം 2 ദിവസമായുള്ളൂ, നമ്മൾ 2 ദിവസമായുള്ളൂ ഈ കോൺട്രവേഴ്സി ലൈവ്. ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് ഈ ഇതിലൂടെ. അപ്പം ഈ 3 ദിവസം തന്നെ നമ്മുടെ RP റെഗുലറായിട്ട് കാണുന്ന ഓഡിയൻസിന് മടുപ്പായി തുടങ്ങി. കാരണം ഈ അടിയും വഴക്കും കാണാനല്ല, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറന്ന് സന്തോഷത്തോടെ ചിരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും ലൈവ് കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രശ്നം വെച്ച് തരുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാതെ വരുന്നത്. നിങ്ങൾക്കും മടുപ്പാ, ഞങ്ങൾക്കും മടുപ്പാ. ഞാൻ അന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മറ്റേ KVA TV ഇഷ്യൂവിൻ്റെ പുറത്ത് ഉണ്ടായതിൻ്റെ പോലത്തെ ഓരോട്ടും ഇത് കൊണ്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും
എൻ്റെ മനസ്സിലുള്ള എക്സ്ട്രീം റിഗ്രറ്റ് ഞാൻ തൊപ്പിയുടെ പേര് ഡ്രാഗ് ചെയ്തതാണ്. അത് ഞാൻ എനിക്ക് അവിടുത്തെ ഉള്ള കുറച്ചന്മാർ ഞാൻ എൻ്റെ തൊപ്പിയെ പേടിച്ച് പറഞ്ഞു. അത് എനിക്ക് അങ്ങനത്തെ ഒരു കൺസേൺ ഉള്ള അല്ല. അവ ഇനി എന്ത് പറഞ്ഞാലും അത് തിരിച്ച് പറയാനുള്ള കാര്യം എനിക്ക് അറിയുകയും ചെയ്യും, ഞാൻ പറയുകയും ചെയ്യും. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, പക്ഷേ എനിക്ക് തൊപ്പിയുടെ കാര്യം ഡ്രാഗ് ചെയ്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമ്മൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ, മറന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് വെച്ച് ഡ്രാഗ് ചെയ്തതാണ്. അതെൻ്റെ കംപ്ലീറ്റ് മിസ്റ്റേക്ക്. അതെനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഫേസ് ക്യാം വിട്ട് പറയുന്നതിലൊന്നും എനിക്കൊരു മടിയില്ല. അപ്പോൾ അത് ഇന്നൂടെ അത് അവിടെ കഴിഞ്ഞ് ഞാനത് പറഞ്ഞാക്കി തീർത്തതാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു കാര്യം കാണിക്കാം. അത് ഈ രണ്ട് കാര്യങ്ങൾ, ഈ കാണിക്കുന്ന രണ്ട് കാര്യങ്ങളും RP കമ്മ്യൂണിറ്റിയിൽ എൻകറേജ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹലോ, കേക്കാടാ? അല്ലല്ല ജോക്കി, നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാണ്ടായിരുന്നു. കാണിച്ചിട്ട് നമുക്കങ്ങ് ഇതാക്കാന്ന് വിചാരിച്ചു. ആദ്യത്തെ കേസ് ആദ്യം നമുക്കൊരു വീഡിയോ കാണാം. കേസ് ആദ്യം ജസ്റ്റ് ഒരു വീഡിയോ കാണാം. കണ്ടില്ല. സോ ഇതിന്റെ ടൈറ്റിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ, എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ EVX ഫയൽ അറ്റ് ഈഗിൾ ഗെയിമിംഗ്, അറ്റ് ആഡ് ഗെയിമിംഗ്, അറ്റ് ബ്രാവോ, അറ്റ് MRC തൊപ്പി. ഇതാണ് ടൈറ്റിൽ. ആൻഡ് തംബ്നെയിലില് ഞാനിങ്ങനെ ചാരിയിരിക്കുന്ന ഒരു ഫോട്ടോയും ഈഗിൾ ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്ന പാവം പിടിച്ച ആട് ബ്രോയുടെ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് രാവിലെ എണീക്കുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ രാവിലെ എനിക്കാണെങ്കിൽ കുറച്ച് കൊച്ചുപുണ്ടകൾ മെസ്സേജ് അയച്ചിട്ട്, ഹാക്ക് പിടിച്ചല്ലേ, ഹാക്ക് പൊക്കിയല്ലേ, നിന്റെ ഹാക്കൊക്കെ കൊക്കിയടാ, നിന്റെ ഹാക്ക് തൂക്കിയടാ, നാണമുണ്ടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ മെസ്സേജ്. ഞാൻ ഉറക്കത്തിൽ ഇന്നലെ 8 മണിക്ക് 9 മണിക്ക് എന്തോ ഉറങ്ങിയത്. എല്ലാം സംസാരിച്ച് എല്ലാം ഇതൊക്കെ ആയിട്ട് പലയിടത്ത് യുവമാരുടെ കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് ഞാൻ എല്ലാം സംസാരിച്ച് ഉറങ്ങി എണ്ണീറ്റപ്പോൾ ഈ സമയമായി കേട്ടോ. സമയമായപ്പം നമ്മൾ എണ്ണിക്കുമ്പോൾ കാണുന്ന ഇതാ. ഞാൻ ഓർത്ത് ഹാക്ക് പിടിച്ചെന്ന് എൻ്റെ ഞാൻ എന്നിട്ട് ചാടി ഇട്ടിട്ട് ഞാൻ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഇതെന്താടാ അന്നാ പറയാ, ഇത് പുതിയതായിട്ട് വന്ന ഗ്രൂപ്പിലൊക്കെ വന്ന് ഇതൊന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ പ്ലേ ചെയ്ത് നിങ്ങളോട് കാണിക്കാം കേട്ടാ. അതായത് നിങ്ങൾ ഈ VC ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ ഒന്ന് നോക്കിക്കോ. 0 FPS കുമ്മൻ EVX, ഇനാക്റ്റീവ് ഫോർ 1 month, ബഷീർ W EVX, ഹൈത്തം EVX, ജൂലിയൻ ഡോർ, കോഴിക്കോട് കപ്പിൾ 1, മൂട റസൽ, ഇതൊക്കെയാണ് VC ഇരിക്കുന്ന ആൾക്കാര്. ഇവരുടെ ഒരു VC സംഭാഷണമാണ് ഈ കൂട്ടത്തിൽ സ്നേഹത്തോടെ നിന്ന് ഒരുത്തൻ ലീക്ക് ചെയ്തത്. ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി, മനസ്സിലായ? ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി. ഇത് അപ്ലോഡ് ആവാൻ വേറൊരു റീസണും കൂടി ഉണ്ട്. അത് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇപ്പോൾ അപ്ലോഡായി എന്നുള്ളൊരു റീസണും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരാള് എക്സ്ലാൻഡിസിൽ അഡ്മിനാ. ആരാണോ അത്? ഈ സ്ക്രില്ല് ഇത് എക്സ്ലാൻഡിസിൽ അഡ്മിനാണ് ഈ സ്ക്രില്ല്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അഡ്മിൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ എന്നുള്ള ടൈറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കണ്ടു നോക്കാം. അവൻ ജോയിൻ ചെയ്ത ഡിസ്കോഡിൽ ഒരു സാധനം ഇപ്പൊ ഇവൻ കണ്ടിട്ട് ഡിസ്കോഡ് ഇട്ട് എന്തോ കണ്ടിട്ട് അയച്ചു. കണ്ടപ്പോ അയച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താ കണ്ടേ പറ. ഫയലിന്റെ ഒക്കെ ഒരു സെർവർ, മറ്റേ സ്ക്രീൻ ഷേക്ക്, മറ്റേ ഇത് റീകോയിൽ അങ്ങനത്തെ. ഹലോ ഹിലാൻ, എന്നെ കുറിച്ചൊരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് നിനക്ക് എന്താണ് മറുപടി പറയാനുള്ളത് പറയണം. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഷെയർ ഏബലിന്റെ ഒക്കെ ലൈവ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. ഞാനോ ഞാൻ മോഡ് ചെയ്താൽ മതി നിനക്ക് വേണ്ടി. നിന്റെ ഡിസ്കോഡ് ഡിസ്കോഡ് ഇല്ലേ നിനക്ക്? ഇതൊക്കെ എന്താണ് നിളി? മേലോട്ട് എന്താ അതൊക്കെ എടുത്ത് എന്താണ് സോഫ്റ്റ് ടൈം? അതെന്താന്ന് അതെന്താ? കേട്ടിട്ടില്ല. അതിനെപ്പറ്റി
അതെന്താ റെഡ് എഞ്ചിനൊക്കെ അതെന്താന്ന് അതെന്താ ഇതെന്തിനാ നീ എടുത്തിട്ടേക്കണ? നീ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്തായിപ്പോ ഇതെന്തിനാ നീ എടുത്തിട്ടേക്കണ? റീസെറ്റ് ആയിരുന്നു ബി സി. അവൻ ഈ അടുത്ത് ഫയം എന്തോന്ന് റീസെറ്റ് ചെയ്യാൻ പോയായിരുന്നു. റീസെറ്റ് ചെയ്താലും പിടിക്കാൻ പറ്റും. ഇതാണ് എക്സലന്റ് ഡിസ്പ്ലേ അഡ്മിൻ പറഞ്ഞത്. പുള്ളിയുടെ ഇതാണ് അത്. എല്ലാരും റാൻഡമായി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കിട്ടിയാട്. നിന്റെ ഫയലില്ലേ അതിൽ? പിന്നെ എന്റെ ഫയൽ ഇതിനകത്ത് ഡി ഡ്രൈവില് സി ഡ്രൈവിലും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ വരും കാണും. മാസ്ക് ഇട്ടിരിക്കണത് പിന്നെ കണ്ടുപിടിച്ചല്ലോ. ഇതാ ഇതൊരു സൈറ്റ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നേ. ഇതൊക്കെ ചുമ്മാ എടുത്ത് വലിച്ചിട്ടേക്കണ. ചുമ്മാ ഇതൊക്കെ ചുമ്മാ വലിച്ചിട്ടേക്കണ. ഇപ്പൊ ഇവിടെ നമ്മളെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അവനെ കംഫർട്ട് സോണിലോട്ട് കൊണ്ടുവന്ന കണ്ടോ ഗൈസ്? അവനെ കംഫർട്ട്. ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ ഇവിടെ. നീ പറഞ്ഞു നമ്മള് മാത്രമേ ഉള്ളൂ. കൺവിൻസിങ് അല്ലേ അത്? എന്റെ അമ്മോ, ഇതിട്ടേക്കുന്ന കെൻസോ ഇട്ടിട്ടുള്ളത് തെളിവ് കാണിക്കാൻ പറ്റുമോ ഞങ്ങളുടെ അടുത്ത്? ഇല്ല ഹില തെളിവ് കാണിച്ച നിങ്ങൾക്ക് വി സി ഉണ്ടല്ലോ ടാക്സ് എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തിനാ? അതല്ല ഇത് ഇങ്ങനെ അല്ല, ഇത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇട്ടേക്കുന്നത്? വേറെ പ്ലേയേഴ്സിന് വേണ്ടിയോ? എടാ എന്തോടെ ഇത് റെഡ് എഞ്ചിൻ എല്ലാമാണ് അവന്മാര് വാങ്ങിയതല്ലേ പൈസ കൊടുത്ത്? റെഡ് എഞ്ചിൻ എല്ലാം റെഡ് എഞ്ചിനാ? റെഡ് എഞ്ചിൻ എന്തോ സാധനമാണ്. രണ്ടേജിന് എന്തോ ഒരു സാധനമാണല്ലോ ജൂലിയനെ ഇവിടെ എന്തോ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും കേട്ടു. ഞാൻ പറയും എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ തീർക്കും. അല്ലാതെ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലേ വെല്ലുമോൻ ജോയിന്റ് സെർവറിന്. പറയട്ടെ, കാര്യം പറയട്ടെ. ഇത് ചുമ്മാ കൊറേ കണ്ടപ്പോ എടുത്ത് വലിച്ചു വരെ ഇട്ടാ അല്ല, ഇതൊന്നും ഉപയോഗിക്കുന്നല്ല. എടാ ഞാനൊരു കാര്യം പറഞ്ഞു, ഇക്കാലത്ത് ഇടാതെ ഇട്ടവന്മാരെ പിടിക്കാനായില്ല എല്ലാവർക്കും. ഇത് ചുമ്മാ ഇതേപോലത്തെ എന്തെങ്കിലും അലിഗേഷൻ വെച്ച പിടിക്കാനായില്ല എല്ലാവർക്കും. ഇത് ചുമ്മാ ഇതേപോലത്തെ എന്തെങ്കിലും അലിഗേഷൻ വെച്ച ആൾക്കാരെ സാധനം അടുപ്പിച്ച് വിടാൻ എല്ലാരും നോക്കുന്നത്. ആ സമയത്ത് എടാ നിനക്കൊന്നും ബുദ്ധിയില്ല ഈ സാധനം എടുത്ത് ഡൗൺലോഡ് ഇതാക്കാനായിട്ട്. ദേഷ്യം കൊണ്ട് പറയല്ല, മനസ്സിലായില്ലേ? നിന്നെ എവിടുന്നാലും കുറ്റപ്പെടുത്തത്തില്ല, ഇവിടെ ആരും നിന്നെ ഒന്നും പറയത്തുമില്ല. അതുകൊണ്ടാ നിന്നെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ബ്രോ അഡ്മിനല്ലേ സിറ്റിയില്, ഞങ്ങൾക്ക് വേറെ പോരെ. കാര്യമുള്ള പിള്ളേരായതുകൊണ്ട് ഇത് ചോദിക്കുന്നത്, മനസ്സിലായോ? നിന്നെയൊക്കെ പണ്ട് മുതലേ അറിയാവുന്നല്ലേ, അതുകൊണ്ടാ. ഇതിങ്ങനെ എടുത്തു വെച്ച് കാണിക്കാന്ന് പറഞ്ഞ സ്ക്രില്ല് ഈ പുള്ളിയാണ് എക്സലന്റ് ഡിസ്പ്ലേ അഡ്മിൻ. പുള്ളിയുടെതാണ് മാനേജർ റോൾസ് ആയി കാണിക്കണം. മാനേജ്മെന്റ് സ്റ്റാഫ്, സീനിയർ സ്റ്റാഫ്, VIP ഡൊണേറ്റർ. ഇത് സംഭവം നിങ്ങൾ ജസ്റ്റ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും പഴയ ലോഗ് കിടക്കും. എന്തായാലും PC ചെക്ക് ചെയ്യും ഇവർക്ക്. അതുമല്ലടാ നിങ്ങളിപ്പോ ഇത് ഇട്ട് ഒന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞുതരാം. VC-യിൽ എത്ര പേരുണ്ടോ അവരെല്ലാരും പൊക്കും. ഇത് വാങ്ങാൻ മറ്റേ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരായിക്കോലെ. ഈ മറ്റേ ഇത് ഒരു സുഖം കാണത്തില്ല, മറ്റേ വാളസ്വാമി കിടക്കാൻ. സത്യം. മറ്റേ വന്നവനും പോയവനും എല്ലാം ഇട്ട് പോക്കും. ഈകളൊക്കെ ചുമ്മാ എടുത്ത് കണ്ട് റിയാക്ട് ചെയ്യും. ഈകളൊക്കെ ചുമ്മാ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ഞാൻ ചെയ്തു അത്. നീ പറഞ്ഞതിലേക്ക് എത്തി. ഞാൻ എത്തിയടാ അവിടെ. ഞാൻ നിന്റെ വിശ്വാസം ഞാൻ കളഞ്ഞില്ല. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ എത്തി. ഞങ്ങൾക്ക് വരെ കൈ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇട്ടോ ഇല്ലയോ എന്നല്ല, സാധനമുള്ള കാര്യത്തിലാണ് പ്രശ്നം, മനസ്സിലായോ? എടാ നിന്റെ PC-യിൽ ഇപ്പൊ വെറുതെ നിക്കുവാണ് ഒരു ഫയല്. നീ അത് ഇട്ടോ ഇല്ലയോ നോക്കത്തില്ല. അതുണ്ട് അത്രേ അവര് നോക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ബുദ്ധിയില്ലാത്ത ആടൊക്കെയാണ്. പ്രത്യേകിച്ച് ബുദ്ധിയില്ലാത്ത എങ്ങനെ പുള്ളിയൊക്കെ രാപ്പകലില്ലാതെ ഈ സെർവറിന്റെ സ്പെക്കും മറ്റേ ഓരോന്ന് ഇതും ചെയ്ത് നിക്കുന്ന ഇവരെയൊക്കെ നിനക്കൊക്കെ ഓഫ്ലൈനിൽ ഇരുന്ന് എങ്ങനെയാണ് അപരാധിക്കാൻ പറ്റണേ? നീയൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടി എന്നിട്ട് ഇവരൊക്കെ ഉള്ള സെർവറിൽ വന്ന് കളിക്കണേ? എന്റെ ചോദ്യം അതാ.
കല്യാണത്തിന് ഒരു സർവർ ചെയ്ത് എല്ലാരെയും വിളിച്ചു പുള്ളി. സത്യയോടാ, കല്യാണത്തിന് പോലും സെർവറിലുള്ള എല്ലാവർക്കും കൊറിയർ invitation- അയച്ചു കൊടുത്ത് ഇവനും കൊറിയർ അയച്ചു കൊടുത്തു. എന്നിട്ടാണ് തന്തലാഴി പറഞ്ഞത്. പാവോടെ. ഇതൊക്കെ ഇപ്പളെ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഓക്കേ എന്നാ. ഞാൻ പറയട്ടെ, Correct ആയിട്ട് record ചെയ്ത് വെച്ചല്ലോ. ഒരു അലിഗേഷൻ നിന്റെ പേരിൽ വന്ന ഓക്കെ, നിന്റെ തന്നെ പ്രൂഫ് പിടിച്ചിട്ടുണ്ട് ബേസിന്ന്. നീ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ബാഡ് പോയിന്റ് അല്ല. നീ ഇട്ടിട്ടില്ലെന്ന് തെളിയിക്കാനായിട്ട് എന്തേലും വേണം, മനസ്സിലായില്ലേ? എന്താ അവിടെ ഒരു വാസു കണ്ടത് ഞാൻ? വാസുദേവാണ്. അവന്റെ പേരാണ് അവന്റെ പേര് ലീക്കാക്കിയന്റെ പേര്. ലീക്കാക്കിയിട്ട് പേരാണോ വാസുദേവ്? അതാണ് പയ്യൻ. ഹായ് വാസുദേവ്. എന്തേലും വേണം, മനസ്സിലായില്ലേ? നമുക്ക് ഞങ്ങളുടെ കയ്യിലല്ല കിട്ടിയിരുന്ന ഒരു ഗുണവുമില്ല നീ കടന്ന് പറയുന്നതിന്റെ അകത്ത്. കടച്ച നിൽക്കുക എന്നാണ് നിനക്ക്, കടച്ച നിൽക്കുക. ഈകളൊക്കെ വന്നിട്ട് ഈ മുണ്ടച്ചിമാരൊക്കെ എന്തിന്റെ കട ഇത്? എന്തിന്റെ കേടാണ് പുണ്ടച്ചി നിനക്കൊക്കെ? എന്തിന്റെ കഴിയില്ല, കളിക്കായിരുന്നൂടെ നിനക്ക്? നിനക്ക് എന്തിനാ കളിക്കണേ? ഈ ഗെയിമിനകത്ത് ആക്ടിട്ട് കളിക്കാനാണ് നീക്ക് എന്തിനാ കളിക്കണേ? എന്റെ ചോദ്യം അതാ. കഴിവില്ല കൊണ്ടാള്. സത്യയോടെ എന്തിന്റെ കാര്യമാണോ നിനക്കൊക്കെ? അവിടെ ഞാൻ പറയാം, ജെൻസി ഇവര് പേര് മാറ്റി ഇപ്പൊ ഹാക്കർമാരെ ഇറക്കുന്നത്. എല്ലാ ലൈവിലും വാളർഷേവിലുള്ളവരെ തെറി വിളിക്കും. എന്തിനാ വെറുതെ അപരാധം കേൾക്കാൻ നിൽക്കുന്നത്? പരിപാടിക്ക് ഈകൾ എല്ലാ ലൈവിലും വളർച്ചയിലുള്ളവരെ തിളക്കി വിളിക്കുന്നത് സ്ഥിരം വ്യൂറാണ് അവരൊക്കെ കേട്ടാ. എല്ലാം അറിയാം അവർക്ക്, എല്ലാവർക്കും അറിയാം. പാപ്പം വരും. രണ്ടോട്ടന്മാര് കേവി അടിച്ചതാ. ആ, കേവേ ഫയലിട്ട് അടിച്ച മനസ്സിലായി. അത് നമ്മളെ അടിച്ചു നിർത്തേക്കുന്ന ഇത് കൂടെ ഈ ഒരു ഫയൽ അത് ആരാടാ ഒരു കൊച്ചിർക്കന്റെ സൗണ്ട് എടുക്കുന്ന ഗെയിം ഇത് പറയണേ? അതല്ലേ മോഡു. ഊമ്പി 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 പോയി. അതെ, അടിപൊളി കളിയായിരുന്നു. പൊരുതി തോച്ചു, പിന്നല്ല പൊളിച്ചു പൊളിച്ചു. മതി മതി. പൊളിച്ച് ഇതാണ് വീഡിയോ. ഈ വീഡിയോയിൽ എന്റെ തലവട്ടം വന്നതുകൊണ്ട് മാത്രം ഇതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്തു വെച്ച് കാണണം. നോക്കിക്കോണേ. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ ഇപ്പൊ എടുത്തു വെച്ചില്ല. സമ്മൺ കോൾഡ് ദ #1 സെർവർ ഊമ്പി. പിന്നെന്താ, ഇതൊക്കെ നമ്മുടെ ഇതിന്റെ താഴോട്ടാണ് കേട്ടോ. TV താങ്ങികൾ, കൊട്ടു ഊമ്പി, TV സെർവർ അവര് തന്നെ പറഞ്ഞു നടക്കുന്നു. അതാണ് GV ഹേറ്റ്. സോ വാങ്ങിച്ചോളൂ. എടാ ഇപ്പോഴും പറയും, ഞങ്ങൾ കളിക്കുന്ന സെർവർ ഇപ്പോഴും ടോപ്പ് സെർവറാണ്. ഇതിൽ ഒരു അഡ്മിന്റെ റോള് ഉണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് സ്ക്രിൽ എന്ന് പറയുന്ന ആൾ അഡ്മിനാ. പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവർ ലൈവ് ഇട്ട് തെളിയിക്കും. ഞാൻ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. നിനക്കൊക്കെ എന്താ അറിയാവുന്നതെന്ന് അറിയോ? ബേസിക് ആയിട്ട് നിനക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നേരെ വരുന്നു, ഫൈവോമി ക്ലിക്ക് ചെയ്യുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്ന സമയത്ത് നീ ഒരു സാമാനത്തിനകത്തോട്ട് കയറും. അവിടുന്ന് നടന്നു പോയിട്ട് നാട്ടിൽ വളരെ തന്തയ്ക്കും തിളയ്ക്കും പറഞ്ഞ് മറ്റേ അതും പറഞ്ഞ് കാണുന്ന ഒരു POV മാത്രമേ നീയൊക്കെ കാണുന്നുള്ളൂ. മനസ്സിലായോ? ഈ സെർവർ എങ്ങനെയാ ഓടുന്നേ, സെർവറിന്റെ പുറകിൽ എന്തൊക്കെ ഇതുണ്ട് എന്നൊക്കെ നിനക്കൊക്കെ എന്തെങ്കിലും അറിയാവോ? ഒരു സെർവറിന് ഒരാൾ വിചാരിച്ച ഒറ്റയ്ക്ക് ഒരു സെർവർ ഒരിക്കലും നടത്താൻ പറ്റത്തില്ല. 10-30 മെമ്പേഴ്സിന് മുകളിലുണ്ട് ഒരു സെർവറിന്റെ ബിഹൈൻഡിൽ ഉള്ള ആൾക്കാർ. FRP ടീം, വെഹിക്കിൾ ഡെവലപ്മെന്റ് ടീം, എന്താ പറയുന്ന ലൈവ് സിറ്റുവേഷൻസ് സ്പെക്ക് ചെയ്യുന്ന അഡ്മിൻസ്, പിന്നെ ഈ പറയണ ഇത് ഇങ്ങനെ പ്രീമിയംസ്, ഇതെല്ലാം നോക്കാൻ ഒരു 10-30 പേരുണ്ടാവും. അതിൽ ഒരാൾ, ഈ സ്ക്രിൽ എന്ന് പറയുന്ന ആൾക്ക്, ഇതിനകത്തൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ ഇത്രയും നാളെ RP കളിച്ചതും RP കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരെയാണ് ഒരു സെർവറിൽ നമ്മൾ ഹയർ ചെയ്യുന്നത്. നീയൊക്കെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിലോട്ട് ആൾക്കാരെ എടുക്കുന്നത് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം നോക്കുന്നത്. അതുപോലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഓരോരുത്തരെ അതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് പുറത്ത് ഏതൊക്കെ ഗ്യാങ്ങുകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇത് എക്സ്ലാൻഡിസിന്റെ VC അല്ല ഒന്നാമത്തെ കാര്യം. പുള്ളിക്ക് വെളിയിലുള്ള പേഴ്സണൽ പരിചയത്തിന്റെ പുറത്ത് പുള്ളി പോയിരുന്നതാണ്. പുള്ളി എന്തിനാണ് അവിടെ പോയി ഇരുന്നതെന്നും പുള്ളിയുള്ളതും മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവരുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കളിക്കുന്ന എൻ്റെ സെർവറിനോട് എനിക്ക് ഇതുണ്ട്. ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഒരു മിസ്റ്റേക്കും ഇല്ല. ഇപ്പൊ കറന്റ് ഇന്ത്യയിലെ ബെസ്റ്റ് സെർവറാണ്, ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സെർവർ എക്സ്ലാൻഡിസ് ആണ്. അതിൽ ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട്,
നിന്റെയൊക്കെ വായി നീ ഇത് പറയുമായിരിക്കും. നിന്റെയൊക്കെ ഏതെങ്കിലും പ്ലേയേഴ്സിന്റെ വായി നീ ഹേറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. അടുത്ത ദിവസം നീയൊന്നും ഇവിടെ കളിക്കൂല. ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ ഇരുന്ന് ഈ സെർവറിനെ നിന്റെയൊക്കെ ഏതെങ്കിലും പ്ലേയേഴ്സ് ഇരുന്നൊന്ന് ആരാധിച്ചേ. ഞാൻ ഒന്നുകൂടെ പറയാം, നിനക്കൊക്കെ ആ നട്ടലുണ്ടെങ്കിൽ നീയൊക്കെ ഈ സെർവറിനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്തിട്ട് നീ ഇരുന്നൊന്ന് സംസാരിച്ച് നോക്കിയേ. നിന്റെ അണ്ണന്മാര് പറയൂല, നീയൊക്കെ പറയുള്ളൂ ഈ ചാറ്റിൽ. മനസ്സിലായ? പറയുന്നതിന്റെ അടുത്ത ദിവസം നീയൊക്കെ സെർവർ വേറെ നോക്കേണ്ടി വരും. മനസ്സിലായ? പറയത്തില്ല, ഒരുത്തനും മിണ്ടത്തില്ല. അതുകൊണ്ട് നിനക്കൊക്കെ അറിയാം, നിനക്കൊക്കെ ഇങ്ങനെ വന്ന് കുരയ്ക്കാൻ പറ്റത്തുള്ളൂ. പറ്റത്തില്ല. എന്തിനാടാ ഗതികെട്ട് നക്കി കളിക്കുന്ന ഇവിടെ? വേറെ സെർവറിൽ പോയി കളിച്ചൂടെ നിനക്കൊക്കെ? പിന്നെ ലൈവ് ഇട്ടതിലും പറഞ്ഞു. അല്ലല്ല ജോക്കി, ഞാൻ പറയട്ടെ. അതുകൊണ്ട് നിന്റെയൊക്കെ കമന്റിലെ വായത്താളം നമ്മുടെ അടുത്തോട്ട് എടുക്കണ്ട. നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നമുക്ക് ഒരു താല്പര്യവും ഇല്ല. മനസ്സിലായോ? താല്പര്യം ഇല്ല. ഇത് പറഞ്ഞാൽ സെർവർ ഡീഗ്രഡേഷന് പെർമനന്റ് ബാനാ. അത് മാറ്റാൻ അവിടെ ആരും വരാനും പോണില്ല, ആരും അല്ല. ഇതൊന്നും ചിന്തിക്കാനുള്ള ബ്രെയിൻ ചിലപ്പോൾ നിന്റെ ഒന്നും ആൾക്കാർ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. മനസ്സിലായോ? പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിനക്കൊക്കെ വന്ന് ഇതിനകത്ത് ഫ്രസ്ട്രേറ്റഡ് കമന്റ് ഇടണമെങ്കിൽ കമന്റ് ഇടാം. ഇതാണ് ഇതിന്റെ POV. ഇതിൽ ടിവിയുടെ മെമ്പേഴ്സിന്റെ ഹാക്കോ എൻ്റെ ഹാക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ തമ്മിലിനകത്ത് എന്നെ വെട്ടി വെച്ചാൽ, എന്നിട്ട് ഇവൻ എന്തോ ഒരു കമന്റിനകത്ത് പിൻ ചെയ്ത് വെച്ചിരുന്നു, അതൊക്കെ പോയി. ഇതാണ് ശരിക്കും പറഞ്ഞ ഉള്ള സത്യാവസ്ഥ. മനസ്സിലായ? സത്യാവസ്ഥ ഇതാണ്. ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ഈ പറയണത് പോലെ എന്താ ടിവിയുടെ സെർവർ, ടിവിയെ പറഞ്ഞ സെർവർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ എടുത്ത് വീണ്ടും 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 ഇട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ശരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ വേറൊരു കമ്പാരിസൺ എൻ്റെ അടുത്ത് പറയുമായിരിക്കും. നിങ്ങൾ പറയാൻ എൻ്റെ അടുത്ത് പോകുന്ന കമ്പാരിസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മെച്യൂരിറ്റിയെ പറ്റിയായിരിക്കും. മെച്യൂർഡായിട്ട് എങ്ങനെയാണ് ലൈവ് ഇടേണ്ടത്, മെച്യൂർഡായിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾ MRCയുടെ സൈഡിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു ലൈവ് കാണിക്കുമായിരിക്കും. അവരെന്തുകൊണ്ടാണ് മെച്യൂർഡായിട്ട് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇന്ന് ഓഫ്ലൈനിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് മാത്രം. അതാണ് അവർ എല്ലാവരും കാണിച്ച മെച്യൂരിറ്റി. മനസ്സിലായോ? അവർ കാണിച്ച മെച്യൂരിറ്റി അതുകൊണ്ടാണ്. എനിക്ക് പറയാനുണ്ട്, അവർക്ക് എനിക്ക് കുറച്ച് പറയാനുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ ഇത് ഓഫ്ലൈനിൽ പറഞ്ഞ് സോൾവ് ചെയ്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് വിഴുങ്ങുക. രണ്ട് കാര്യങ്ങൾ 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അതിൽ 2 കാര്യം ഞാൻ വിഴുങ്ങുവാണ്. ഞാനത് അവരുടെ അടുത്ത് പറയത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തു. ഞാനത് എനിക്ക് ഫ്യൂച്ചറിലോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു. അത് മെച്യൂരിറ്റി ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ പുറത്തല്ല സംസാരിക്കുന്നത്. എനിക്ക് ഫേക്ക് ആയിട്ട് വന്ന് ലൈവിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഗൈസ്. എനിക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ ലൈവിൽ ഞാൻ ഈ 3 കാര്യം വിഴുങ്ങായിരുന്നേ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ലൈവ് വന്നിട്ട് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ് ആ ഇഷ്യൂ ഞങ്ങൾ പുറത്ത് പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞ് ഇതാക്കി. പക്ഷേ മെമ്പേഴ്സ് ആയിട്ടുള്ള കുറെ പേർക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം വിട്ടുകളയരുത് എന്ന് പറഞ്ഞ് ഇതിപ്പോൾ കാണിക്കണം, അല്ലെങ്കിൽ നാളെ ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ വരും എന്നുള്ളത് കൊണ്ട് മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞപ്പോൾ അവരുടെ ഒരു അഭിപ്രായം കൺസിഡർ ചെയ്തിട്ടാണ് ഇനിയുള്ള സാധനം ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഇതുകൂടെ കാണിച്ചിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഈ ഡിസ്കഷൻ നമ്മൾ നിർത്തുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ വേണ്ട ഒരു ചാൻസ് കൂടെ ഇതാക്കാം എന്നുള്ള രീതിയിൽ പറയാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. ഇന്നലത്തെ ലൈവ് കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി ലൈവ് പറഞ്ഞായിരുന്നല്ലോ ഗൈസ്, എനിക്ക് MRCയുടെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ MRC ഓഡിയൻസിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടും എന്ന് പറഞ്ഞ് MRCയുടെ ഒരു റെപ്യൂട്ടഡ് മെമ്പർ പറഞ്ഞു തുടങ്ങാല്ലേ. MRCയിലെ ഒരു റെപ്യൂട്ടഡ് മെമ്പർ എനിക്ക് രാത്രി ആയപ്പം എനിക്ക് ഒരാളുടെ അടുത്തുനിന്ന് കോള് വരുന്നു. MRCന്ന് എനിക്ക് ഒരു മെസ്സേജ്, അതായത് MRCയിലെ സൈഡിൽ നിന്ന് ഒരു പ്ലെയർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ ടിവിയുടെ എന്തെങ്കിലും OC അപരാധമോ എന്തെങ്കിലും പെണ്ണ് കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഇൻഫോ ഉണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചു തരണം. ക്യാഷ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമ്മൾ തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് MRCയിലെ CK മാരി വെളിയിൽ, അതായത് ഒരു ഗെയിമിന്റെ പേരിൽ നിങ്ങൾ ഈ പറയുന്ന ഈഗോ ഒക്കെ എനിക്കുണ്ടെങ്കിൽ വെളിയിലത്തെ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ ഇത്രയൊന്നും ക്രൂക്ഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അതാ പറയണേ, ഇത്രയൊന്നും ക്രൂക്ഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനത് ചിന്തിക്കത്തുമില്ല, ഞാനിങ്ങനെ ചെയ്യത്തുമില്ല. ഈ ചാറ്റ് ഉണ്ടോ എടാ, അങ്ങനെയുള്ള പ്രൂഫ് അറിയില്ല. ഇവനെ ആദ്യം കോൾ വിളിച്ചായിരുന്നു. എന്നിട്ട് ഇവൻ പറഞ്ഞ് ഇവൻ ഇത് ചാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടാ അങ്ങനെയുള്ള പ്രൂഫ് അറിയാലേ ഇപ്പം ഉള്ളതെന്ന് അറിയില്ല, ഒന്നുകൂടി നോക്ക്, നിന്റെ കയ്യിലുള്ളത് നിന്റെ പേര് വരുത്തില്ല, അത് ഉറപ്പാണ്. ആരെങ്കിലും ആരുടെയെങ്കിലും ഒരു സാധനം കിട്ടണം.
ലൈക്ക് എന്താ നീ ഓഫർ ചെയ്യുന്നത്, ലൈക്ക് അതെനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കോള് വിളിച്ചപ്പം ഇവൻ ഡ്രൈവിങ്ങിലാണ്, ടെക്സ്റ്റ് ആക്കുമെന്ന് പറഞ്ഞ് ഇതാക്കി. വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മെസ്സേജാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ലൈക്ക് നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് വേണം, നമ്മൾ രണ്ടും അല്ലാതെ വേറൊരാൾ അറിയരുത്, അത്രേ ഉള്ളൂ, നമ്മുടെ സൈഡ് ക്ലിയർ ആണ്. അതാ ഞാൻ ചോദിച്ചത്, നീ എന്താ ഓഫർ ചെയ്തേ, ലൈക്ക് ക്യാഷ് ആയിട്ടാണോ? ക്യാഷ് ആയിട്ടെങ്കിൽ അങ്ങനെ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഗൈസ്, ഇവന്മാരുടെ മനസ്സിലെ റിവലറി ഒരിക്കലും പോത്തില്ല. ഇവർക്ക് ഒന്ന് പറഞ്ഞ രണ്ടിനും OC കാര്യങ്ങളും പേഴ്സണൽ ഇഷ്യൂസും എടുത്തിട്ട് അവരാധിക്കണം. ഇത് HF ഇതിന്റെ ബ്ലഡാ, അത് ബ്ലഡ് അവരുടെ, ഇത് അവരുടെ ബ്ലഡാണ്, മനസ്സിലായോ? ഇത് അവരുടെ ബ്ലഡിലുള്ള സാധനമാണ്, ഇത് പോത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കം തൊട്ടേ MRC ഓഡിയൻസിന് ഇപ്പോഴെങ്കിലും ജസ്റ്റ് ഒരു ബ്രെയിൻ യൂസ് ചെയ്യണം ഗൈസ്, ജസ്റ്റ് ബ്രെയിൻ യൂസ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, നിങ്ങൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവല്ലേ. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാലോ നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്തത്. ഞാൻ അന്ന് തൊട്ടേ എനിക്ക് വേണേ ആദ്യമേ പറയാറുണ്ടല്ലോ, എനിക്ക് വേണേ ആദ്യമേ പറയാറുന്നല്ലോടാ, എനിക്ക് MRCയുടെ ഒരു പ്രശ്നമില്ല, മറ്റേ ഫ്രണ്ട്ലി ആയിട്ട് പോവാന്ന്. നാളെ ഇത് ഇങ്ങനെ കാണാൻ വയ്യാത്തതുകൊണ്ടാണടാ, ഇതേപോലത്തെ ആൾക്കാർ അതിനകത്ത് പ്ലെയർ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സത്യസന്ധമായിട്ട് ഇത് ഫ്രണ്ട്ലി ആയിട്ട് പോത്തില്ല, ഇതായിട്ട് പോത്തില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് ആർക്കും അപ്പോൾ അത് മനസ്സിലാവാതെ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് എല്ലായിടത്തും എനിക്ക് ഇത് പറഞ്ഞ് കൊട്ട ചട്ടി അണ്ടി എന്നൊക്കെ ഒരു RP പോലും ചെയ്യാൻ സമ്മതിക്കാതെ എന്നെ അത്രയും ഇതാക്കിയതിന്റെ പുറത്താണ് ഞാൻ വന്ന് പറഞ്ഞത്. ഇനിയെങ്കിലും നീയൊക്കെ ഇങ്ങനെ ഇത്രയും ബ്രെയിൻഡഡ് ആവാതെ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്ക്, ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ചിന്തിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെന്ന് ഞാൻ പറയണില്ല, ഒരാൾ പറയണത് കേട്ടിട്ട് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു സൈഡ് ചിന്തിച്ചിട്ട് മറ്റുള്ളവന്റെ ഇൻബോക്സിൽ പോയിട്ട് തള്ളക്കും നന്ദിക്കും വിളിക്കും. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ കുറച്ച് പേര് അതിനകത്തുണ്ട്. ഞാൻ ഈ വേണ്ടാന്ന് വെച്ച രണ്ട് കാര്യങ്ങൾ ഞാനത് കളയുക. കാരണം എനിക്ക് ഞാനിന്ന് വിളിച്ച് സംസാരിച്ച ആൾക്കാരിലും എല്ലാം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവിടെ ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡൗൺ ടൈമിൽ അവരെ കൂടുതൽ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇത് ഞങ്ങൾക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഇപ്പൊ MRC കളിക്കുന്ന ഫാൽക്കന്റെ സൈഡിൽ നിന്ന് എനിക്ക് ടെക്സാസിൽ ഉണ്ടായിരുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് ട്രാക്ക് ചെയ്ത് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഇതായിട്ടുണ്ട്. അത് നടന്നതാ ഒന്ന്. അത് കഴിഞ്ഞിട്ട് എന്താ ഈ പറയണ എൻ്റെ വീട്ടിലെ ആൾക്കാരുടെ ഇതിലും മറ്റേ വൈഫിൻ്റെ ഇതിലും എല്ലാം വന്ന് സ്പാം ചെയ്യൽ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ RP കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. എനിക്ക് അതുകൊണ്ടാണ് ഇവന്മാരുമായിട്ടുള്ള സാധനം എനിക്ക് സോൾവ് ചെയ്ത് നേരെ മുന്നിൽ നിന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് നിങ്ങളോട് തുറന്ന് ഞാൻ അന്നോട്ടേ പറയണതിൻ്റെ കാര്യം ഇതാ. അല്ലാതെ കൈസ് MRC ആയിട്ട് എനിക്ക് എന്ത് പ്രശ്നം വരാനാ കൈസ്? എനിക്ക് എന്ത് പ്രശ്നം വരാനാ എനിക്ക് MRC ആയിട്ട്? എനിക്ക് MRC അടുത്ത് എന്ത് ഈഗോ വരാനാ? ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള RPയും കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ നല്ലൊരു വാച്ച് കൗണ്ടിൽ സന്തോഷത്തോടെ ഇതിൽ നിന്ന് റവന്യൂ കിട്ടി, ഇതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടന്ന് നമ്മുടെ മെമ്പേഴ്സ് എല്ലാം എന്താ ഇപ്പോൾ വെൽ സെറ്റിൽഡ് ആയി വരുന്ന ഓരോരുത്തരും വെൽ സെറ്റിൽഡ് ആയിട്ട് വരുന്ന എല്ലാവർക്കും PCയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നു. ഇതെല്ലാം ചെയ്ത് ഇതാക്കിയിട്ടും അപ്പം നൂഡിൽസ് ഒക്കെ OC അല്ലേന്നോ? എടാ ഇതല്ല, ആ OC അല്ല ഇവന്മാർക്ക് വേണ്ട. ഇവന് വേണ്ടുന്നത് പെണ്ണ് കേസും, ഇവന് വേണ്ടുന്നത് അതാണ്. എൻ്റെ കൂടെ എൻ്റെ റിയൽ ലൈഫിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ വിളിച്ചിട്ടാണടാ ചോദിച്ചത്. നിങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം. സ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? ബ്രെയിൻ യൂസ് ചെയ്യ് ബ്രോ, ബ്രെയിൻ യൂസ് ചെയ്യ്. ഫേക്ക് സ്ക്രീൻഷോട്ട് എന്ന് ഞാൻ ഒരു കാര്യം പറയാവേ. ദാ ഇത് നിന്റെയൊക്കെ വാടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ 13 സെക്കൻഡ് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയുന്നത് ഇതിനകത്തിരിക്കുന്നതുണ്ടല്ലോ. CK മാരി മാക്ക് ഷെയ്ക്ക് ഇതാ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. 1 മണിക്കൂർ 13 സെക്കൻഡ് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്നും അതെന്നൊക്കെ പറഞ്ഞ് വെളുപ്പിക്കാൻ വന്നോണ്ടല്ലോ. വെച്ചങ്ങ് പ്ലേ 1 മണിക്കൂർ ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ട് ഞാൻ താഴെ പോയി CSKയുടെ കളി കണ്ടിരിക്കും. ഞാൻ ഇത് മാത്രമേ കാണിച്ചുള്ളൂ. ആ 1 മണിക്കൂർ കാണിച്ച ആ 1 മണിക്കൂർ കാണിച്ച ആരൊക്കെ ഇതിനകത്ത് എക്സ്പോസ് ആവുന്നേ നിനക്കൊന്നും എന്റെ അടുത്ത് പറയല. അതുകൊണ്ട് ഇവിടെ വിടുക, ഞാനിത് ഇവിടെ വിടുക. ഇനി ചൊറിയരുത്. ഇനി ഞാൻ ഉപദ്രവിക്കാനും പോത്തില്ല. ഞാൻ അവന്മാരെ ഉപദ്രവിക്കാനോ അവരുടെ അടുത്ത് സംസാരിക്കാനോ ഒന്നും ഞാൻ പോത്തില്ല. എനിക്കിത് ചെയ്യണ്ട. എനിക്ക് എൻ്റെ കാര്യമായിട്ട് എനിക്ക് സന്തോഷത്തോടെ മര്യാദയ്ക്ക് എൻ്റെ നോർമൽ ലൈവ് സ്ട്രീംസ് നാളെ തൊട്ട് എനിക്ക് ചെയ്തു തുടങ്ങണം. അതുകൊണ്ട് ഇനി എന്നെ ട്രിഗർ ചെയ്യരുത്. ഇനി എൻ്റെ കാര്യം അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്താ ഞാൻ ഈ മറ്റേ കീബോർഡ് വാരിയർ പുണ്ടച്ചികളെ നോക്കുന്നില്ല. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ സ്ട്രീമേഴ്സിന്റെ സൈഡിൽ നിന്നും ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്നുമാണ്. ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്ന് ഇനി എന്നെ ഇരുന്ന് അവരാധിച്ചാൽ ഈ പറയണ സാധനങ്ങൾ ഇത് ഒന്നൊന്നൊന്നായിട്ട് ഞാൻ പ്ലേ ചെയ്യും. ഇതൊരു 1 മണിക്കൂറിന്റെ ഉണ്ട്. ഇത് കൂടാതെ ഒരു 2 POV എൻ്റെ ഉണ്ട്. ആ 2 POV എന്നെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയാണ്,
ഇവിടെ നിർത്തിക്കോ, എനിക്ക് ഒരു റിവഞ്ചും ഇല്ല, ഒരു റിവലറി ഇല്ല. നിങ്ങൾ നല്ലൊരു ഗ്യാങ് ആയിട്ട് സെറ്റായി TV ആയിട്ടൊക്കെ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് വരണ, സിറ്റിയിൽ ഡോമിനേറ്റ് ചെയ്യണ ഒരു നല്ല ഗ്യാങ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു MRCയെ. എനിക്ക് MRCയെ എൻ്റെ ബോട്ടം ഓഫ് ദ പാർട്ടിന്ന് ഒരു രീതിയിലും ഇനി ഉപദ്രവിക്കേണ്ട. എന്നെ ഇത്രയും ചൊറിഞ്ഞ് മെന്റലി ഇതാക്കിയതിന് കൊണ്ടുള്ള റിപ്ലൈ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കാനില്ല. എനിക്ക് നന്മമരം കളിക്കേണ്ട. കഴിഞ്ഞ ലൈവ് വന്നപ്പം കുറച്ച് നന്മമരം എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഈ വട്ടം കുറച്ച് ഹാർഷായിട്ട് പറയണത്. നന്മമരം ഒന്നും എനിക്ക് ആവണ്ട. എനിക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്ത് എൻ്റെ വ്യൂവേഴ്സ് ആക്കാനുള്ള താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇത് ഇവിടെ തീർക്കുക. ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്നെ സംസാരിപ്പിക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഈ MRC എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ഇതേപോലത്തെ OC ഡ്രാഗ് ചെയ്ത് OC കാര്യങ്ങൾ ഇതാക്കുന്ന ഇവനെതിരെ ആക്ഷൻ എടുക്കണം. മനസ്സിലായാ? അതാണ് MRCയുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യം. MRCയുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യം. ഇതുപോലത്തെ പോക്രത്തരം എൻ്റെ പിള്ളേരുടെ അടുത്ത് നിന്ന് വരത്തില്ല. ഇവരെ ഞാൻ അങ്ങനെയാണ് ഇത്രയും നാൾ ഇതാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സാധനം ഇങ്ങനത്തെ എക്സ്ട്രീം വൾഗാരിറ്റിയും ഓതുമൊന്നും നമ്മൾ വെളിയിലോട്ട് എൻകറേജ് ചെയ്യത്തില്ല. ഈ ഹേറ്റ് കൊടുക്കുക എന്നൊക്കെ പറയണത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയണത് ആരാണെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ബ്രെയിൻ ഉപയോഗിച്ച് ഇത് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് MRC. ഒരു ആർപ്പിക്കും ഒന്നിനും നിങ്ങൾക്ക് താല്പര്യമാണ്. ഞാൻ ഒന്നിനും ഇനി പോകത്തില്ല. എനിക്ക് മതിയായി. ഇത്രയും നാൾ നിന്നതിനൊക്കെ ഉള്ളത് എനിക്ക് മര്യാദക്കൊക്കെ കേട്ട് വാ നിറച്ച് കിട്ടി. ഓരോരുത്തന്മാരുടെ വായിരിക്കുന്നതും എല്ലാം ഞാൻ കേൾക്കേണ്ട വന്നു. എനിക്കിനി താല്പര്യമില്ല. സിറ്റിയിൽ സിറ്റുവേഷനായിട്ട് വന്നാൽ സിറ്റുവേഷനായിട്ട് എടുക്കും. ഞാൻ ഇനി ഒന്നിനും ഇതാക്കാനും ബുദ്ധിമുട്ടിപ്പിക്കാനും നിങ്ങളെ അപരാധിക്കാനും ഒന്നിനും എൻ്റെ സൈഡിൽ നിന്ന് വരത്തില്ല. കേസ് ക്ലോസ്ഡ്. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോടാ. ഇതന്നെ പറയാനുള്ളൂ. ഒന്നും പറയാണ്ടിരുന്ന ഈ സാധനങ്ങളുണ്ട് മറ്റേതുണ്ടെന്നൊക്കെ പറഞ്ഞ് പണ്ടോട്ട് കളിക്കണം. അല്ല, ഇന്നത്തോടെ മൊത്തത്തിൽ വിടുവാണ്. ഇനി ഈ ടോപ്പിക്കായിട്ട് വന്ന് ഇനി അപരാധിക്കാനും മറ്റിതാക്കാൻ വന്നു കഴിഞ്ഞാൽ വായടച്ച് മിണ്ടായിരിക്കൂല. പറയുള്ള മൊത്തമൊക്കെ അടിച്ച് പറയും ഇനി തൊട്ട്. മനസ്സിലായി? ഇത് നമ്മൾ മൊത്തത്തില് പേടിയില്ല. അത് നമ്മൾ പറഞ്ഞേക്കാം. നമുക്ക് ആരെയും പേടിയില്ല ഇവിടെ. നമുക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഇരുന്ന് പറയും. ദിവസം അണ്ണൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒന്നും അപരാധിക്കാൻ ഒരു ഭാഗ ഒരുത്തരും ഇവിടെ വന്ന് പറയാനോ വന്നിട്ടില്ല. ഇന്ന് ലൈവ് അല്ല, അവൻ 5 വർഷമായിട്ട് എന്തോ കളിക്കുവാണ്. അവന്റെ എന്തോ നിറച്ച സാധനമുണ്ട്. നീ വെച്ച് കാണിച്ചോ. നമുക്ക് ഒരു പ്രശ്നമില്ല. നിനക്ക് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ നിന്റെ പേരിന്റെ മുകളിൽ 3 അക്ഷരം ഉണ്ടാവും. അവൻ എന്ത് കാണിക്കാനാണ്? അല്ല, അവൻ എന്ത് കാണിച്ചാലും അവൻ എന്ത് കാണിച്ചാലും ഞാൻ പറയാ. ബ്രോ ഭീഷണിയൊന്നും അല്ല ബ്രോ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ കാണിച്ചാൽ നീ ഉറങ്ങും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും. ഫേക്ക് സ്ക്രീൻഷോട്ട്. ആന്റണി മോസസ്, നീ അത് എന്തിനാ ഇവിടെ ഇങ്ങനെ സ്പാം ചെയ്തെന്ന് വെച്ചാ, നീ MRCയുടെ ഫാൻ അല്ല, നീ നമ്മുടെ ഫാൻ അല്ല. നിനക്ക് നീ ഇപ്പൊ ഈ ഓഡിയോ കേൾക്കണം. നിനക്കിപ്പോ 1 മണിക്കൂർ വീഡിയോ കാണണം. നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ അടുത്ത ദിവസം പത്തനംതിട്ട വരും. മാനസം പുന്നമൂട് കൂടൽ PO പത്തനംതിട്ട. അതാണ് എന്റെ അഡ്രസ്. നീ അവിടെ വരിക. നിന്നെ ഞാൻ അവിടെ ഇരുത്തി എന്റെ PC-ക്കകത്ത് ഇരുത്തി എന്റെ ഹോം തിയേറ്റർ ഉണ്ട് വീട്ടിൽ. അത്യാവശ്യം നല്ല ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഞാൻ പ്ലേ ചെയ്ത് നിന്നെ അവിടെ ഇരുത്തി കാണിച്ചു തരാം. മനസ്സിലായോ? നീ എന്നെ അങ്ങനെ ട്രിഗർ ആക്കണ്ട. മനസ്സിലായോ? നിനക്ക് ബുദ്ധിയില്ല. നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇതായപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒന്നാമത്തെ കാര്യം ചാറ്റ് ട്രിഗറായി ഓൾറെഡി ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞതാ. അപ്പം ഇത് ഡ്രൈവിൽ കോപ്പി ചെയ്ത് വെക്കാം. എന്റെ ഇടക്കിടക്ക് PC ഇങ്ങനെ മാറുന്നൊരു ശീലം എനിക്കുള്ളതുകൊണ്ട് ഇവിടെ 916 ഒന്നും നിൽക്കാതെ വരുന്നത് എന്തിനാ? അവനിവിടെ ഇല്ലേ? ബാലുണ്ടായിരുന്നു. ഇതെന്താ ബാല ഓറഫാമിങ് ആണോ നീ ഇവിടെ ചാറ്റില്? മുട്ടൻ ഓറഫാമിങ് കേട്ടാ. അപ്പൊ ഇത്രേ ഉള്ളൂ. വേറെ ഇനി എക്സ്പ്ലനേഷൻ ഒന്നും നമ്മുടെ സൈഡിൽ നിന്നില്ല. ഇങ്ങനത്തെ ഇത് സംഭവിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് നമ്മള് ഇത്രയും നാള് ഫ്രണ്ട്ലി വേണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഇനിയും വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന ലൂപ്പ് ആവും. ദാറ്റ്സ് ഇറ്റ്. എൻഡ് ഓഫ് കോൺട്രവേഴ്സി. ഞങ്ങൾ ഇനി നാളെ തൊട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഈ ഡിസ്കഷൻ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവൂല. ഓക്കെ അല്ലേ എല്ലാവർക്കും? നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാരും പറയാ. ലൈവ് ഇടുന്ന ഒരാൾ പോലും ഇതിനെപ്പറ്റി അണ്ടിൽ ഏതെങ്കിലും ഒരുത്തൻ കുരച്ചുകൊണ്ട് വന്നാ മിണ്ടാതിരിക്കല്ലേ.
അത് മാത്രമല്ല ഈ ലൈക്ക് നമ്മള് വിടാനൊക്കെ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ചാറ്റ് അവര് കൺട്രോൾ ചെയ്യണം. എനിക്ക് അത്രേ പറയാം. പറയണം, കൺട്രോൾ ചെയ്യണമെന്നല്ല, അവര് തന്നെ പറയണം. ചാറ്റില് അവരാധം പറയുമ്പോ അവര് പറയണം അത്. അല്ലാണ്ട് വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ ഉള്ളു. നമ്മുടെ ചാറ്റിൽ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നമ്മൾ എൻകറേജ് ചെയ്യും. പിന്നെ അത് ചാറ്റിൽ ആരും പറഞ്ഞപ്പോഴാണ് ഇന്ന് ഏതോ ഒരു ഫാൽക്കൺ എന്തോ പറഞ്ഞായിരുന്നു, ഈ മെച്യൂർ ഓഡിയൻസും ഇമ്മെച്യൂർ ഓഡിയൻസും സ്വന്തം ഗ്യാങ്ങിന്റെ ലീഡറിനെ IED എന്ന് വിളിച്ച് സ്പാം ചെയ്യുന്നതിന്റെ അത്രയും ഇമ്മെച്യൂരിറ്റി ഉള്ള ഓഡിയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായേ? അതെന്തായാലും ടിവിയുടെ ഓഡിയൻസിൽ അതില്ല. അത് ഒരിക്കലും അങ്ങനെ ഒരു സാധനം ഇതുവരെ നമുക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. നീയൊക്കെയാണ് ആ സ്ട്രീമേഴ്സിനെയും കൂടെ സ്പാം ചെയ്ത് അവരെ മെന്റലി ഇറിറ്റേറ്റ് ആക്കി ഡൗൺ ആക്കി അവരെ കൊണ്ട് വായിക്കുന്ന കുത്തിയിട്ട് പറയിക്കുന്ന നിന്നെ പോലത്തെ ഓഡിയൻസ് ആണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്ത് നന്മമരം കളിച്ച് എന്റെ ചാനലിൽ കൊണ്ടുവരേണ്ട ഗതികേട് എനിക്ക് വരുന്നതിന്റെ അന്ന് ഞാൻ ഈ സാമാനം അങ്ങ് നിർത്തി അങ്ങ് പോകും. മനസ്സിലായ? അത്രേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഓൾ ഡൗൺ ആയത് ആരാണ്, പോയിന്റ് സ്കോർ ആർക്കാ കൂടുതലെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സമയം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എല്ലാ ലൈവും ഒന്നുകൂടെ കണ്ടിട്ട് പോയിന്റ് വൈസ് പോയിന്റ് നിങ്ങൾക്ക് പോയിന്റ് ഒരു കൗണ്ടറിന് 1 പോയിന്റ് വെച്ചോ 2 പോയിന്റ് വെച്ചോ തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. അപ്പോൾ ഇനി തൊട്ട് അവരവരുടെ RP, നമുക്ക് നമ്മുടെ RP, അവരുടെ സിറ്റുവേഷൻസ്, ഇത് റിയാക്ട് ചെയ്യാനോ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല വീഡിയോ ആയാലും ചീത്ത വീഡിയോ ആണെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് റിയാക്ഷനും ഉണ്ടാവില്ല. ഇനി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പം MRCയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ ഓഡിയൻസിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി സംസാരം വേണ്ട കേട്ടോ, അൺലെസ് അവർ ട്രിഗർ ചെയ്യുന്നവരെ. അതെ, എല്ലാവരോടും പറയാം.